ഗൈസ് അങ്ങനെ ശങ്കർജി പിന്നെയും തെങ്ങി തന്നെയാണ്. നല്ല ISI മുദ്രയുള്ള ടോപ്പ് ക്വാളിറ്റി ചോക്കേഴ്സ് ആണെന്ന് സൗത്ത് ആഫ്രിക്ക പിന്നെയും തെളിയിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കനെ 9 വിക്കറ്റിന് തകർത്തുകൊണ്ട് ന്യൂസിലാൻഡ് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഫിന്നലൻ ആൻഡ് സൈഫഡ് നമ്മൾ കഴിഞ്ഞ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ ഫിനാലിനും സൈഫഡിനും ലുക്കൗട്ട് ചെയ്യേണ്ട പ്ലേയേഴ്സ് ആണെന്നുള്ളത്. അവർ ഇത്തവണ KKRന് വേണ്ടിയാണ് കളിക്കുന്നത്. അവർക്കിതൊരു ഹോം ഗ്രൗണ്ട് കൂടെ ആയിരുന്നു. ഫിന്നലൻ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ T20 വേൾഡ് കപ്പ്, 33 ബോളിൽ സെഞ്ചുറി. വാട്ട് എ പെർഫോമൻസ് ഓൺ ഫിന്നലൻ. സൗത്ത് ആഫ്രിക്ക അതുപോലെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. റെക്കൽട്ടൺ വന്ന് എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സ് സെമി ഫൈനലാണെന്നുള്ള കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു. റെക്കൽട്ടൺ ആ ഒരു വിക്കറ്റ് പോയി വന്ന് അടിച്ച അടി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് ചോക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. നമ്മുടെ മില്ലർജിയും അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് ബ്രൗസും കൂടി ഒന്ന് ഇന്ത്യക്കെതിരെ കളിച്ച് സെയിം പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ സ്പിന്നേഴ്സിനെ അവരുടെ ബെസ്റ്റ് സ്പിന്നേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമം നമ്മുടെ വരുൺ ചക്രവർത്തിക്കെതിരെ അന്ന് അത് കളിച്ച ഒരു പരിപാടി തവണ ചീറ്റിപ്പോയി. എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്ക അവർ ഡിസേർവ് ചെയ്യുന്നില്ല ഫൈനലിൽ വരാൻ. എത്ര ക്യാച്ചസ് ന്യൂസിലൻഡ് ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് ഒരു 220 to 230 അടിക്കേണ്ട പിച്ചിൽ 169, അതും ജാൻസന്റെ കൃപ. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ന്യൂസിലൻഡിനെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ലായിരുന്നു. ഫിന്നലൻ ആൻഡ് സൈഫർഡ് ഫോർ ദം കണ്ണും പൂട്ടിയടി. അവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പ്ലേയേഴ്സ് വരാണ്ട് 169 ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. 230 ഒക്കെയാണ് ഇവിടെ ഒരു പാർ, അതും ഒരു സെമി ഫൈനൽ മത്സരത്തിൽ. സോ വാവ്, വാട്ട് എ പെർഫോമൻസ് ഓൺ ന്യൂസിലൻഡ്. സൗത്ത് ആഫ്രിക്ക അൺബിലീവബിൾ. നിങ്ങൾ സെമി ഫൈനലാണെങ്കിലും ഓർക്കണമായിരുന്നു. പിന്നെ ഫിൻലാൻഡിനോട് സൈഫഡിനോട് ഇത്തവണ KKRന് വേണ്ടി കളിക്കുന്ന ഈ പ്ലേയേഴ്സിനെ എല്ലാവരും വാച്ച് ഔട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവർ തന്നെയായിരിക്കും KKRന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. എനിക്ക് പറയാൻ മുന്നേ പേടിയാവുന്നുണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ. നാളെ നടക്കുന്ന മത്സരത്തിൽ ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ. ജോസ് ബട്ട്ലറിനെ എത്രയും പെട്ടെന്ന് ആദ്യത്തെ 3 ഓവറിൽ ഇവരിൽ ഒരാളെയെങ്കിലും, എസ്പെഷ്യലി ഫിൽ സാൾട്ടിനെ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഗതി ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. 13 ഓവറിലും കണ്ടാണ് 170 റൺസ്. യെസ്, 12.5 ഓവേഴ്സ്, 173 for 1. ഈ കളിയാണ് സൗത്ത് ആഫ്രിക്ക കളിക്കേണ്ടത്. സൗത്ത് ആഫ്രിക്ക മനഃപൂർവ്വം വരുത്തി വെച്ചൊരു മണ്ടത്തരമാണിത്. കാരണം ഒരു വിക്കറ്റ് പോയപ്പോൾ ബിൽഡ് ചെയ്യേണ്ടതിന് പകരം അവർ പിന്നെയും ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചു. ഇതൊരു സെമി ഫൈനലാണ്. സെമി ഫൈനൽ പ്രഷർ കാണും. പക്ഷേ 169 ഒന്നും ഒരു പ്രഷറില്ല. നിങ്ങൾക്കൊരു 190 230 അടിക്കേണ്ട പിച്ചിൽ ഒരു 190 അടിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു പ്രഷർ കൊടുക്കുന്നത്. ബോളിംഗ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വാവ്, ഗുഡ് ജോബ് ന്യൂസിലൻഡ്.